രണ്ട് കൈ മുദ്ര വയ്ക്കാം, കണ്ണടച്ചിരിക്കാം, നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കി വെച്ചേ. ഇന്ന് ഫേസ് യോഗയാണ്. നമ്മൾ ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റ് ഫേസ് യോഗയായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ആരും മുങ്ങി പോകരുത്. എണീച്ച് രണ്ട് കൈ മുദ്ര വയ്ക്കാം, കണ്ണടച്ചിരിക്കാം, നട്ടലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് മൗനമായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണോ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം? ഒരു നിമിഷം ഒന്ന് മൗനമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുക. ചിണ്ടാവും. താടി താഴ്ത്തുക, താടി ഉയർത്തുക, ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ, രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണുറന്നു. സാവധാനം തിരിച്ചു വരാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടിരുന്നേ, ചിരിച്ചുകൊണ്ടിരുന്നേ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റിലാക്സ് ആയിട്ട് ചിരിച്ചുകൊണ്ട് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, 1 മണിക്കൂർ ചിലവഴിക്കുക. സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കൈ സ്ട്രൈറ്റ് ആക്കി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, 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 ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. സാധാരണ റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ കോർത്ത് പിടിച്ച് ലോക്ക് ചെയ്ത് നെഞ്ചിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചെയ്ത് ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, 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 ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. നന്നായിട്ട് ശ്വാസം എടുത്ത് കൈ മുകളിലോട്ട് നന്നായിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. വലത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ ഓപ്പോസിറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുറക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന രണ്ട് കൈ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്യുന്നില്ലേ, അതിന് പകരം പുറകിലൂടെ ലോക്ക് ചെയ്യുക. പറ്റുന്നത് പോലെ ലോക്ക് ചെയ്ത് നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുത്തോ. നമ്മുടെ വലത് കാലിൻ്റെ കാൽമുട്ടിലോട്ട് നമ്മുടെ നെറ്റി ടച്ച് ചെയ്യുക. പറ്റാത്തവർ ഇത്രയാണ് പറ്റുന്നതെങ്കിൽ ഇത്രയും മതി. പറ്റുന്നവർ ടച്ച് ചെയ്തേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. പറ്റുന്ന അത്രയും മതി. ടച്ച് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ടച്ച് ചെയ്താൽ മതി. ഒരിക്കൽ ഇവിടെ തല മുകളിലേക്ക് ഉയർത്താൻ നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ ഇടത് കാലിൻ്റെ മുട്ടില് നെറ്റിയോടെ ടച്ച് ചെയ്ത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. തിരിച്ചു വന്നേ.
ഒരിക്കൽ കൂടെ ലോക്ക് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്താൻ നന്നായിട്ട് ശ്വാസം എടുത്ത് സാവധാനം മുന്നിലേക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും വന്ന് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. കൈയൊക്കെ ഒന്ന് കുടഞ്ഞ് രണ്ട് കൈ കുറേ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോ. കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യുക. 1 2 3. കാലത്തോടെ ഭാഗം ഉയർത്തേം താഴ്ത്തേം ചെയ്ത് 1 2 3. ഒരിക്കലും ചെയ്യാം. 1 2 3. കാലത്തോടെ ഭാഗമൊക്കെ 1 2 3. രണ്ട് കാലം ചേർത്ത് വയ്ക്കുക. രണ്ട് കാലം ഒരുമിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. വലത് കാലം മടക്കുക. വലത് കാലം തുടയിലൂടെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് വലത് കാലം മുകളിലേക്ക് ഉയർത്താം. താഴെ വയ്ക്കുക. 1 2. കാൽമുട്ട വേദന മാറുന്ന എക്സസൈസ് ആണ്. എല്ലാം നന്നായിട്ട് ചെയ്ത് 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. ഇടതുകാലം മടക്കിയേ. ഇടതുകാലം തുടയുടെ അടിയിലൂടെ കൈ കൊണ്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തോ. സാവധാനം മുകളിലേക്ക് ഉയർത്തുക. 1. സാവധാനം താഴെ വയ്ക്കുക. 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. ഓരോ കാലും ഇത് മടക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. സാവധാനം തിരിച്ചു വരാം. ക്രോസ് ലെഗ് പൊസിഷൻ. ഇരുന്നോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ വലത് കാല് രണ്ട് കൈയും കോർത്ത് പിടിച്ച് വലത് കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗം പിടിക്കുക. പിടിച്ചോ. കാൽപാദത്തിൻ്റെ അടിയിലൂടെ പിടിക്കുക. പിടിച്ചുകൊണ്ട് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിയിലേക്ക് കൊണ്ടുപോകും. 1 2. എത്തണം എന്ന് നിർബന്ധമില്ല. എവിടം വരെ എത്തുന്നോ അത്രയും. ചിലപ്പോൾ ഇത്രയാണ് പറ്റുന്നതെങ്കിൽ ഇത്രയും മതി. 1 2 1 2 1 2 1 2 1 2 1 2. ക്രോസ് ലെഗ് പൊസിഷൻ. ഓപ്പോസിറ്റ് വലത് കാലിനെ തുടയുടെ അടിയിലോട്ട് ചേർത്ത് വയ്ക്കുക. ഇടത് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. വെച്ചോ. ഇവിടെ കാൽപാദത്തിൻ്റെ അടിയിലൂടെ കൈ കൊണ്ട് കോർത്ത് പിടിച്ച് പറ്റുന്നത് പോലെ ഇത്രയും പറ്റുമെങ്കിൽ ഇത്രയും കൊണ്ടുവരാൻ വയ്ക്കുക. നല്ല ഫ്ലെക്സിബിൾ ആണ്. ചെയ്യാൻ പറ്റുന്നുള്ളവർ എന്ത് ചെയ്യുക. നെറ്റിലോട്ട് മുട്ടിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് ഇട്ടിട്ട് കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3. കാല് തുടങ്ങാനൊക്കെ 1 2 3. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. രണ്ട് കൈ കൊണ്ട് ക്രോസ് ചെയ്ത് ടച്ച് ചെയ്ത് നന്നായിട്ട് ചെയ്ത് 1 2 3 4 5 6 7
8, 9, 10. Speed out here. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കൽ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലീസ് ചെയ്യാവുന്ന റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കൈ പുറത്ത് പിടിച്ച് ചക്ക് ജലാസനം ചെയ്യുക. അരി ആട്ടുന്ന പോലെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓപ്പോസിറ്റ് ചെയ്ത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒന്ന് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്ന എല്ലാവരും നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ച് 2 കാല് ചേർത്ത് വെച്ച് 2 കാല് ചേർത്ത് വയ്ക്കുക. വലത് കാലെടുത്ത് ഇടത് കാലിൽ തുടയുടെ പുറത്ത് വയ്ക്കുക. ബട്ടർഫ്ലൈ ചെയ്യുക. ഫ്ലൈ ചെയ്ത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കൽ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാലം നീട്ടിയിട്ട് ഓപ്പോസിറ്റ് ചെയ്ത് ഇടത് കാലെടുത്ത് വലത് കാലിൽ തുടയുടെ പുറത്ത് വയ്ക്കുക. വെച്ചോ? നന്നായിട്ട് ഫ്ലൈ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന പോലെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കൽ ചെയ്ത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലീസ് ചെയ്യുക. കാലൊക്കെ നീട്ടിയിടാം. കാലൊക്കെ നനക്കി കൊടുക്കുക. 1, 2, 3. കാലത്തോടെ ഭാഗം നനയ്ക്കുക. 1, 2, 3. സാവധാനം തിരിച്ചു വരാം. ബട്ടർഫ്ലൈയിലോട്ട് വരാം. ബട്ടർഫ്ലൈ ചെയ്ത് 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്ത് ഫ്ലൈ ചെയ്ത് നോക്കിയ. 1. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെച്ചാൽ. 1, 2. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെച്ചാൽ. നട്ടൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്പീഡ് ഔട്ട് ചെയ്യുക. സ്പീഡ് ഔട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോ ചെയ്ത്. 1, 2, 3, 4. സ്റ്റോപ്പ് ചെയ്യുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ലോക്ക് ചെയ്ത് നന്നായിട്ട് ലോക്ക് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. പുറകിൽ വെച്ചേ കൈ. ഒരിക്കലും ഫ്ലൈ ചെയ്ത് നന്നായിട്ട് ഫ്ലൈ ചെയ്ത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്പീഡ് ഔട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോ ചെയ്ത്. 1, 2, 3, 4. സ്റ്റോപ്പ് ചെയ്യുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തേ. നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. സാവധാനം വലത് കൈ വലത് സൈഡിലോട്ട് വെച്ച് താഴെ വയ്ക്കുക. വലത് കൈ വലത് സൈഡിലോട്ട് വെച്ച് താഴെ വെച്ച്
കൈ മുട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുക താഴെ വെച്ചതിന് ശേഷം. ഇടത് കൈ കൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിരുന്നത് നന്നായിട്ട്. നിങ്ങളുടെ നോട്ടം ഓപ്പോസിറ്റ് മുകളിലോട്ട് നോക്കിയേ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്തിയേ. ഒരിക്കൽ ഇവിടെ ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇടത് കൈ ഇടത് സൈഡിലോട്ട് വെച്ചേ. കൈ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന്. നമ്മുടെ വലത് കൈ സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ നോട്ടം ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ഒരിക്കൽ ഇവിടെ നന്നായിട്ട് ലോക്ക് ചെയ്ത് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തോ. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എത്രയാണോ പറ്റുന്നത് അത്രയും മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ഒരിക്കൽ കൂടെ ലോക്ക് ചെയ്യാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്തോ. നമ്മുടെ ഇടത് കൈ വലത് കാൽമുട്ടിലോട്ട് വെച്ച് ഇടത് കൈ വലത് കാൽമുട്ടിലോട്ട് വയ്ക്കാം. വലത് കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ഒരിക്കൽ കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്തേ. പറ്റാത്തവർ റിലീസ് ചെയ്തോളൂ. പറ്റുന്നവർ മാത്രം ചെയ്തോളൂ. വലത് കൈ ഇടത് കാൽമുട്ടിലോട്ട് വെച്ചേ. വലത് കൈ ഇടത് കാൽമുട്ടിലോട്ട് വയ്ക്കുക. നമ്മുടെ ഇടത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിരുന്നേ. ഓപ്പോസിറ്റ് നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യും. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്തേ. സാവധാനം തിരിച്ചു വരാം. എല്ലാവരും തിരിച്ചു വന്നേ. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നവർ മാത്രം ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നേ. ബട്ടക്സ് മുകളിലോട്ട് ഉയർത്തി മുകളിലേക്ക് നമ്മുടെ തല പുറകിലേക്ക് ലൂസാക്കിയിട്ടേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം റിലാക്സ് ആയിട്ടിരിക്കുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോളൂ. കാലൊക്കെ ഒന്ന് അരക്കി കൊടുക്കുക. 1 2 3. കാലത്തോളം ഭാഗവാനൊക്കെ 1 2 3. ഗുഡ്. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന എല്ലാവരും. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനമാണ് ചെയ്യാൻ പോകുന്നത്. ജാനു ശീർഷാസനം രണ്ട് രീതിയിൽ ചെയ്യാം. വേറൊരു രീതിയിൽ കൂടെ ചെയ്യാം. നമ്മുടെ വലത് കാല് തുടയുടെ പുറത്ത് ഇടത് കാലെടുത്ത് വെച്ചേ. വലത് കാലിന്റെ തുടയുടെ പുറത്ത് ഇടത് കാലെടുത്ത് വെച്ചോ. എല്ലാവരും വെച്ചേ. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തോ. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലിന്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. പറ്റുന്നത് പോലെ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഗുഡ്. ഓപ്പോസിറ്റ് ചെയ്തേ. ഇടത് കാല് നീട്ടിയിടാം. വലത് കാല് മടക്കി ഇടത് കാലിന്റെ തുടയിൽ ചവിട്ടി വെച്ച് പുറത്ത് ചവിട്ടിയല്ല പുറത്ത് വയ്ക്കും. അച്ചോ. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. പറ്റുന്നത് പോലെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ചിട്ട് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. എൻ്റെ കാലൊന്ന് നീട്ടിയിട്ടെ. കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യുക. 1 2 3. കാലിനോടെ ഭാഗം കനക്കുക. 1 2 3. ഗുഡ്. നെക്സ്റ്റ് ജാനു ശീർഷാസനം സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഒരിക്കൽ കൂടി ചെയ്യാം. വലത് കാല് നീട്ടിയിട. ഇടത് കാല് മടക്കി വലത് കാല് തുടയിൽ ചവിട്ടി വെച്ച് അച്ചോ. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ഒരിക്കൽ ഇവിടെ ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്തേ. നമ്മുടെ വലത് കാലൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തേ.
നീക്കി കൊടുത്ത വലത് സൈഡിലോട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യും. 2 കാലൊക്കെ ഒന്ന് നീട്ടി. ഓപ്പോസിറ്റ് ചെയ്യാം. ഇടത് കാലം നീട്ടിയിടാം, വലത് കാലം മടക്കി ഇടത് കാലം തുടയിൽ ചവിട്ടി വെച്ചേ. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്തേ. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ഒരിക്കൽ കൂടെ ലോക്ക് ചെയ്തേ. നമ്മുടെ ഇടത് കാലിൽ ഇടത് സൈഡിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോ. ഒരിക്കൽ കൂടെ നന്നായിട്ട് ലോക്ക് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അത്രയും വന്ന് മുന്നിലോട്ടൊന്ന് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കാലം ചേർത്ത് വയ്ക്കുക. പശ്ചിമോത്താനാസനം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ ടച്ച് ചെയ്യാൻ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്തേ. തല പുറകിലേക്ക് വെച്ചൊന്ന് കണ്ണടച്ചിരുന്നേ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പൂർവ്വ ഉത്ഥാനാസനമാണ് ചെയ്യുന്ന. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യാം. 2 കാലം ഇങ്ങനെ മടക്കി കുത്തി വെച്ചേ. 2 കാലം മടക്കി കുത്തി വയ്ക്കുക. 2 കൈ പുറകിൽ നന്നായിട്ട് ബലം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് ഉയർന്ന് നിൽക്കാം. നമ്മുടെ തല പുറകിലേക്ക് അങ്ങ് ലൂസാക്കിയിട്ട് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം ബട്ടക്സ് താഴെ വെച്ച് അരക്കെട്ട് താഴെ വെച്ച് അങ്ങനെ തന്നെ വന്നിരിക്കുക. ഒരിക്കൽ കൂടെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ ഉയർന്നോ. ഒന്ന് ബാലൻസ് ആയതിനു ശേഷം വലത് കാലം മുകളിലേക്ക് ഉയർത്താം. 1 2 3 4 5 6. സാവധാനം താഴെ വയ്ക്കുക. ഇടത് കാലം മുകളിലേക്ക് ഉയർത്തിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാലം താഴെ വയ്ക്കുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഇരുന്നോളൂ. കാലൊക്കെ ഒന്ന് അനങ്ങി കൊടുക്കുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. ക്രോസ് ലെഗ് പൊസിഷൻ. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടി പോണത് പോലെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? പഴയ ആൾക്കാർക്ക് തോന്നുന്നില്ല. അവർ ഫോളോ ചെയ്ത് ഇപ്പോൾ പിന്നെ ആ ഒരു ഇതിലോട്ട് വന്നു. പുതിയ ആൾക്കാർക്ക് ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യുക. ആരോഗ്യ പ്രശ്നമുള്ളവർ, ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു പോസ്റ്റർ ചെയ്യുവാണെങ്കിൽ അടുത്ത പോസ്റ്റർ എന്ത് ചെയ്യുക? പെട്ടെന്ന് ടയേർഡായി പോകുന്നവരാണെങ്കിൽ അടുത്ത പോസ്റ്റർ ചെയ്യേണ്ട, റിലാക്സ് ആയിട്ടിരിക്കുക. 2 പ്രാവശ്യമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് 1 പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോൾ താനെ ബോഡി സെറ്റായി വരും. ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഒരാഴ്ചയായപ്പോൾ ഫ്രീ ക്ലാസ് ഒരാഴ്ച, ഈ ആഴ്ചത്തെ 2ാമത്തെ ആഴ്ച, ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ആദ്യം 2 കൈയിലും കാലിലും ഒക്കെ നിർത്തിയപ്പോൾ നിങ്ങളെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യൂലായിരുന്നു. ഇപ്പോൾ കാലൊക്കെ ഉയർത്താൻ പറ്റുന്നില്ലേ? അതാണ് ചേഞ്ച്.
നമുക്കൊരു കോൺഫിഡൻ്റ് ആയി, നമ്മുടെ ബോഡി ഇത്രയും ചേഞ്ച് വന്നു എന്ന് നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം തോന്നും, ആ ഒരു കോൺഫിഡൻറ്റ് തോന്നും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നല്ല വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്തായിരുന്നായിരിക്കും? ഇതൊക്കെ ഉണക്ക ആൾക്കാർക്ക് പറ്റിയതാണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഡെയിലി നിരന്തരം പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ചേഞ്ച് വരുമെന്ന് ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്കൊന്ന് ഒരു 100-ൽ 60% തോന്നിയില്ലേ? മനസ്സിൽ തോന്നിയില്ലേ? തോന്നി? ഓക്കെ, അതാണ് നമ്മുടെ കോൺഫിഡൻറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ ഗുഡ്സ്, ഒരാൾ 2 കൈയൊക്കെ പൊക്കുവാണ്, അടിപൊളി. അതാണ് വേണ്ടത്. നമുക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് ഡെയിലി 4 നേരമാണ് യോഗ ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് പഠിപ്പിക്കുമ്പോൾ 5 മണിക്ക് കയറുന്നവർക്കറിയാം, ഫുൾ ചെയ്യും, പറയുകയും ചെയ്യും, അതോടൊപ്പം ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 9 മണി തൊട്ട് 10 മണി വരെ ഞാൻ അല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പോകും. അവിടെ 12 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യണം. വേറൊരു സാറാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ സാർ അവിടെ നിന്ന് പറയും, നമ്മൾ ചെയ്യും. ഒരുപാട് പോസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കും, അതെല്ലാം ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഓടി വന്നിട്ടാണ് 11 മണിക്ക് വീണ്ടും ലൈവ് കയറുന്നത്. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ലൈവ് കയറുന്നത്. ഡെയിലി ഒരു ദിവസം 4 നേരമൊക്കെയാണ് യോഗ ചെയ്യുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചിട്ട് ബാക്കി നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്നത്. നിങ്ങളെ ഒപ്പം തന്നെ എന്ത് ചെയ്യാണ്, ചെയ്ത് കൊണ്ടാണ് ഇരിക്കുന്നത്. ഇല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെ ഒപ്പം തന്നെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു മോട്ടിവേഷനും, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ട് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഒപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സാണ്, പലരും പല സ്ഥലത്തിരുന്നിട്ട് എന്താണ്, നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഒരാഴ്ച പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചാലും മതി. പക്ഷേ ഈ മൊബൈൽ വഴിയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും എന്നെ മാത്രം ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്, എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. എന്ത് ചെയ്യുന്നു, എൻ്റെ കൈ ഉയർത്തുന്നു, കാല് ഉയർത്തുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള ഇങ്ങനെ നോക്കി അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എനർജി, അങ്ങനെ ആ ഒരു ഫീൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒപ്പം ചെയ്യുന്നത്. നമ്മൾ വൈകിട്ടാകുമ്പോൾ നന്നായിട്ട് ടയേർഡാവും, എന്നാൽ പോലും ഭയങ്കര ക്ഷീണമൊന്നും തോന്നില്ല. കാരണം ഇത് യോഗ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ച് വീണ് പോകാതെ. ജിമ്മിലൊക്കെ വർക്കൗട്ട് 4 പ്രാവശ്യം ചെയ്താൽ പിന്നെ നമ്മളെ നോക്കണ്ടല്ലേ? അല്ലേ? ഇവനെ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. ഓക്കെ, യോഗയായതുകൊണ്ട് നമ്മൾ ആ ഒരു ബ്രീത്തൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് എനർജിയൊക്കെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കഴുത്തിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട്, കൂളായിട്ട്, ചിരിച്ചുകൊണ്ടിരുന്ന ഒന്ന് റിലാക്സ് ആയിട്ട്, നമ്മുടെ ബോഡിയിൽ കിട്ടിയ ആ ഒരു ചേഞ്ചൊക്കെ ഒന്ന് ഫീൽ ചെയ്തൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു സന്തോഷത്തോടെ ഇരുന്നു ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുക. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ആദ്യം കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യാം. മാക്സിമം പുറകിലോട്ടുണ്ട്. ഒരു അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. സെൻറ്റർ, സൈഡ് ലുക്കിംഗ്. 1, സെൻറ്റർ, 2, സെൻറ്റർ, 1, സെൻറ്റർ, 2, സെൻറ്റർ. പല സൈഡിലൂടെ നോക്കിയാൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്താൽ ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സെൻറ്റർ. ഓപ്പോസിറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്താൽ ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. വലത് സൈഡിലോട്ട് കഴുത്തിനെ ചരിച്ചു കൊടുക്കുക. വലത് കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഇവിടെ നല്ലൊരു സ്ട്രെച്ച് വരണം. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സെൻറ്റർ. ഓപ്പോസിറ്റ് ഇടത് സൈഡിലൂടെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇടത് കൈ കൊണ്ട് ഇവിടെ നല്ലൊരു സ്ട്രെച്ച് വരുന്ന രീതിയിൽ പിടിക്കുക. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈ തിരിച്ചു പിടിച്ച് കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1, 2, 3, 4, 5, 6. കൈ ചുരുട്ടിയെ റൊട്ടേറ്റ് ചെയ്യുക. കൈമുട്ട് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തേ. കൈമുട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കൈപ്പാദം മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ, അവിടെ ആ ഒരു ഭാഗം മാത്രം, കൈപ്പത്തി മാത്രം റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. വിരലുകളൊക്കെ നന്നായിട്ട് റിലീസ് ചെയ്യുക. 1, 2, 1, 2. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് 1, 2, 1, 2, 1, 2. സാധാരണ റിലീസ് ചെയ്യുക. സാധാരണ തിരിച്ചു വരാം. രണ്ട് കൈ വെച്ചേ. നമ്മുടെ ബ്രസ്റ്റിൽ ക്യാൻസർ ഒന്നും വരാതിരിക്കേണ്ട എക്സസൈസാണ്. നന്നായിട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കലും ചെയ്യുക. 1, 2, 3,
4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യാം. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. രണ്ട് കൈ കാൽമുട്ടിലോട്ട് ഓടിക്കുക. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3. റൊട്ടേറ്റ് ചെയ്യേണ്ട. രജനി എന്ന് പറയുന്ന ആൾ റൊട്ടേറ്റ് ചെയ്യേണ്ട. തല കറങ്ങും. 4 ഓപ്പോസിറ്റ്. 1 2 3 4. സാവധാനം തിരിച്ചു വരാം. നമ്മുടെ ഈ തലകറക്കം ബുദ്ധിമുട്ടുള്ളവർ കുനിഞ്ഞിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതൊന്നും ചെയ്യാൻ പാടില്ല. 2 ആഴ്ചത്തേക്ക്. 2 ആഴ്ച കഴിയുമ്പോൾ പഴയ ഒരു എനർജി ഉണ്ടാവും. പിന്നെ എല്ലാം ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ പ്രായമുള്ളവരൊക്കെയാണ് ഉള്ളത്. പേര് വിളിക്കുന്നതുകൊണ്ട് ആർക്ക് വിഷമമൊന്നും തോന്നരുത്. ഇതിൽ കിടക്കുന്ന പേര് വെച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഏകദേശം പേരും എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ അമ്മായിയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഉള്ളത്. കുറച്ച് പേരൊക്കെ ചേച്ചിയുടെ പ്രായം അനിയത്തിയുടെ പ്രായമൊക്കെ ഉണ്ടാവും. പേര് വിളിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. എല്ലാവരോടും എനിക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. പേര് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കിടക്കുന്ന ഇത് വെച്ചിട്ടാണ് പെട്ടെന്ന് പേര് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പേരായിട്ട് പറയുന്നത്. ആർക്കും വിഷമവും തോന്നരുത് പേര് വിളിക്കുന്നതുകൊണ്ട്. ഓക്കെ. എനിക്കറിയാം ഏകദേശം പേര് നല്ല പ്രായമുള്ള ആൾക്കാരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. ഏകദേശം പേര് എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരൊക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളതായിരിക്കും എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആർക്കും ഒരു വിഷമവും തോന്നരുത് കേട്ടോ. പെട്ടെന്ന് ഇതിൽ കിടക്കുന്ന ഇപ്പോൾ ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് എന്താണ്, ഞാനാണിപ്പോൾ മെയിനായിട്ട് ഒരു ടീച്ചർ. പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല അല്ലേ. നമുക്ക് ഒരു ടീച്ചർ, നിങ്ങളെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആണ്. ചില ആൾക്കാർ പറയും LKG UKG പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് ഓരോന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ സ്റ്റുഡൻസൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു മണിക്കൂർ ക്ലാസ്സിൽ അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എല്ലാവരോടും എനിക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിലെന്നും ഉണ്ടാവും, എപ്പോഴും ഉണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന ഇമെയിൽ ID വെച്ചിട്ടുള്ള പേര് വെച്ചിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. ആർക്കും വിഷമമൊന്നും തോന്നരുത്. മാമിന് പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരെയും കുട്ടി ചേർത്ത് വിളിക്കാൻ കുഴപ്പമില്ല. രജനിക്കുട്ടി, ബിന്ദുക്കുട്ടി. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അല്ല നിങ്ങൾക്കൊന്നും വിഷമമില്ലല്ലോ, അതാണ് ചോദിച്ചത്. ഓക്കെ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഹായ് പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പോഴാണ് മൊത്തം ബോഡിയിലൊക്കെ ഒരു സ്ട്രെച്ച് തുടങ്ങിയത്. ഓക്കെ, അടിപൊളി. സ്ട്രെച്ച് തുടങ്ങിയല്ലോ, ഇനി അവിടെ നിന്ന് വിജയിക്കും. നമുക്ക് എന്തായാലും തറയിലിരുന്ന് ഓക്കെ, എന്തായാലും ഈ 1 മാസം കഴിയുമ്പോൾ നിലത്തിരുന്ന് നിസ്കരിക്കാൻ പറ്റണം. അതാണ് എൻ്റെ പ്രാർത്ഥന. നടക്കും, ഉറപ്പായിട്ടും പറ്റും. എന്തായാലും നിസ്കരിക്കുന്ന സമയത്ത് ആദ്യം പ്രാർത്ഥിക്കുന്നതും ഓർമ്മിക്കുന്നതും എന്നെ ആയിരിക്കും, അതെനിക്കറിയാം. ഓക്കെ. ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടും. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന്. ഓക്കെ. ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വലിയൊരു യോഗ ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. അത് മാത്രമാണ് നിങ്ങൾ എനിക്ക് തരേണ്ട ഗിഫ്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വലിയൊരു യോഗ ട്രെയിനർ ആവണമെന്നുള്ളത്. അതിലൊരു 100%-ൽ 1 സ്റ്റെപ്പേ ഞാൻ വെച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു കൈക്കുഞ്ഞിനെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒരു പടി മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. ഇനി ഒരുപാട് പടികൾ കയറാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പൈസയൊന്നും കിട്ടൂല. നമ്മളിപ്പോൾ അവിടെ NSSൻ്റെ ക്യാമ്പായിട്ട് നമ്മളിങ്ങനെ പോകുന്നതാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പൈസയൊന്നും വാങ്ങൂല, കുട്ടികൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. 2 ആഴ്ച 10 ദിവസത്തെ ഇൻ്റർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. 1 രൂപ പോലും തരില്ല. നമ്മുടെ പെട്രോൾ ചാർജ് വെച്ചിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ക്യാമ്പിന് എന്നെ വിളിച്ചിരിക്കുകയാണ്. അവിടെ 50 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു, ചെറിയ രീതിയിലെങ്കിലും തരാമെന്ന് പറഞ്ഞു. ഇനി ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത 100 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേറെ ഏതെങ്കിലും സ്കൂളിലോട്ട് വിളിക്കും ഇല്ലേ. അപ്പം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ടും അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നാലും ഒരു പൈസ തന്നില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കും. പക്ഷെ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു നന്മ നമ്മളെ മനസ്സെന്താണ്, ദൈവം കാണും, നമ്മളെ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ നല്ലത് ചെയ്താൽ ദൈവം നല്ലത് തന്നെ തരും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നേറ്റി പോകുന്നത്. ആ ഒരു ഗുണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും സംസാരിച്ച് സമയം കളയണ്ട. ഇന്നത്തെ ഫേസ് യോഗ മിസ്സാക്കണ്ട. എല്ലാവരും ഒന്ന് 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് ഇട്ടിട്ട് കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4. കാല് തുറക്കാതെ നമുക്ക് 1
2 3 4. സാവധാനം എല്ലാവരും ഒന്ന് വജ്രാസനത്തിലോട്ട് വന്ന്. വജ്രാസനത്തിലോട്ട് വന്നേ. വജ്രാസനത്തിലോട്ട് വന്നേ. വന്നോ? 2 കൈ മുന്നിലോട്ട് കുത്തി വെച്ചോ. സാവധാനം കാലം നീട്ടിയിടാം. കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്നോളൂ. 2 കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. 2 കൈ ഒരു കൈയുടെ പുറത്ത് അടുത്ത കൈ വെച്ച് കവള് വെച്ച് കിടക്കുക. സാധാരണ തിരിച്ചു വരാം. 2 കൈ കവിളിലോട്ട് വെച്ച് 2 കാല് മടക്കി പുറകിലേക്ക് വയ്ക്കുക. കുഞ്ഞു വാവ കളിക്കുന്നില്ലേ, അതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്ത. 1 2 3 4. ധന്യ ഒന്ന് ചിരിച്ചേ, മസിലോട് ചിരിക്കുവാണ്. ഹാപ്പി ആയിട്ടിരുന്ന്. 1 2. ഇന്ദു എന്ന് പറയുന്ന ആളെ രാവിലെ കാണുവാനില്ല, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. 1 2 3 4 5 6 7 8 9 10. ഒരു കൂടി ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. നേരത്തെ ഏത് കവളാണോ വെച്ച് കിടന്ന് ആ കവളിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് കിടന്ന്. സാവധാനം തിരിച്ചു വരാം. 2 കൈ ഇങ്ങനെ കുത്തിയേ, 2 കാലിങ്ങനെ കുത്തി ഇങ്ങനെ നിന്നേ. 2 കൈയിലും കാലുമായിട്ട് ഇങ്ങനെ ഉയർന്ന് നിന്നേ. 2 കൈയിലും കാലുമായിട്ട് ഉയർന്ന് നിന്നോ. നമ്മുടെ ബോഡി ഫ്രണ്ടിലോട്ടാക്കി കൊടുത്ത് ഫ്രണ്ടിലോട്ട് നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കമൽ നടന്നോളും. ഒരിക്കൽ കൂടെ ചെയ്യാം. കൈക്ക് നല്ല ബലം കൊടുക്കുക, കാലിന് ബലം കൊടുക്കുക. സാവധാനം ഉയർന്ന് നിന്ന് 2 കൈയിലും കാലിലായിട്ട് നിൽക്കുക. എന്നോ നിങ്ങളുടെ ബോഡി ഫ്രണ്ടിലോട്ടാക്കുക, നിങ്ങളുടെ നോട്ട ഫ്രണ്ടിലേക്ക്. 1 2 3 4 5 6 7 8 9 10. സാവധാനം തല അകത്തോട്ട് കൊണ്ടുപോയി. തല അകത്തോട്ട് കൊണ്ടുപോവാ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം 2 കാൽമുട്ട് താഴെ വെച്ച്. 2 കാൽമുട്ട് താഴെ വെച്ചോ. സാവധാനം മുന്നിലേക്ക് കൈ നീട്ടി കുനിഞ്ഞിരിക്കും. സാവധാനം വജ്രാസനത്തിലോട്ട് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരുന്നോളൂ. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരിക്കുക. ഇതിൻ്റെ പേര് അപ്പോൾസറി വർക്ക് കടയിലൊക്കെ കിട്ടും. സ്പോഞ്ചാണ്. സ്പോഞ്ച് എന്ന് പറയുന്നത് മെത്തയൊക്കെ അടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ വജ്രാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഈ ഒരു സ്പോഞ്ച് ഇങ്ങനെ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ വീതിയുള്ളത് കിട്ടും. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടിരിക്കുക. അപ്പോൾ അധിക വേദന ഉണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവരല്ല, ഉള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു പീസ് ഒപ്പിക്കാം. അപ്പോൾസറി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ആ കടകളിലുണ്ടാവും. വേസ്റ്റ് പൈസയൊന്നും കൊടുക്കേണ്ട, അല്ലാതെ കിട്ടും. ഓക്കെ. അപ്പം അധികം വേദന ഉണ്ടാവില്ല പുറകുവശം. ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവരല്ല, ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും വാങ്ങിച്ച് ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇല്ലാത്തവരെന്ത് ചെയ്യുക, ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ നോർമലായിട്ട് ചെയ്യുക. ഉള്ളവർ ഇതുപോലെ ഒരു ചെറിയൊരു സ്പോഞ്ച് സംഘടിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. റിലാക്സ് ആയിട്ടിരിക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന മണ്ഡൂകാസനയാണ് ചെയ്യാൻ പോകുന്നത്. മണ്ഡൂകാസന ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രമേഹം മാറുന്നതിന് വേണ്ടിയിട്ടും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഷുഗറൊക്കെ. അതുപോലെ നമ്മുടെ വയറിനകത്തുള്ള ആന്തരിക അവയവങ്ങളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതിനും വയറിനകത്ത് ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ പുറത്തേക്ക് പോകുന്നതിന് സഹായിക്കുന്നുണ്ട്. ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പീരീഡ് സമയത്തുള്ള പെയിൻ, യൂട്രസ് സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട യൂറിനറി ഫങ്ഷൻ എന്തൊക്കെയാണോ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന പോസ്റ്ററാണ് മണ്ഡൂകാസന. ഇത് ട്രീറ്റ്മെൻറ്റാണ് യോഗയിലെ. നമ്മുടെ കൈ മുറുക്കി പിടിക്കും, നമ്മുടെ തള്ളവിരലകത്തോട്ട് മടക്കുക, ബാക്കി വിരലുകളെല്ലാം നന്നായിട്ട് ചുരുട്ടി പിടിക്കുക. വയറ് നിറച്ച് ആഹാരം കഴിച്ചവർ ചെയ്യരുത് കേട്ടോ, കഴിച്ചതെല്ലാം പുറത്തു വരും.
നമ്മുടെ പൊക്കിളിന് താഴെ അടി വയറ്റിൻ്റെ 2 സൈഡിലോട്ട് അകത്തോട്ട് കയറ്റി വെച്ച് നന്നായിട്ട് വെച്ചോ. പറ്റാത്തവർ കാല് അല്ലാതെ ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് ഇരുന്ന് ചെയ്തോ. പറ്റാത്തവരിങ്ങനെ ഇരിക്കാൻ തല മുകളിലേക്ക് ഉയർത്താൻ നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം മുന്നിലേക്ക് വന്ന് എത്രയാണോ പറ്റുന്നത് അത്രയും കുനിഞ്ഞിരുന്ന്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരുന്നേ. ഒരിക്കൽ കൂടെ ചെയ്യാം. കൈ നന്നായിട്ട് മുറുക്കി പിടിക്കുക. നമ്മുടെ പൊക്കളിൽ താഴെ അടി വയറിൻ്റെ 2 സൈഡിലോട്ട് നന്നായിട്ട് അകത്തോട്ട് കയറ്റി വെച്ച് മാക്സിമം തല മുകളിലേക്ക് ഉയർത്താം. നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്തിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ. സാവധാനം വലത് സൈഡിലോട്ട് ഇരിക്കുക. 2 കാലം നീട്ടിയിട്ട് 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4. കാലിന് തുടക്കം അങ്ങനെയൊക്കെ 1 2 3 4. 2 കാലം ചേർത്ത് വയ്ക്കുക. അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് യോഗയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സമയം ഇങ്ങനെ കാല് മടക്കി തന്നെ ഇരിക്കണം. ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇതേ രീതിയിൽ തന്നെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ, ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കാല് നീട്ടിയിട്ടിരുന്നോ, ഇടയ്ക്കിടയ്ക്ക് കാല് നീട്ടി മടക്കിയൊക്കെ ഇരുന്ന് ചെയ്തോളും. കാല് നീട്ടിയിട്ടിരുന്നോളൂ. രജനി എന്ന് പറയുന്ന ആൾ കട്ടിലിൽ കയറിയിരുന്നോ. കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നടുവേദന ആയിരിക്കും. കട്ടിലിൽ കയറിയോ ചാരിയോ ഒക്കെ ഇരുന്ന് ചെയ്താൽ മതി. ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നാലേ ഫേസ് യോഗ ചെയ്യുന്നതിന് ഗുണം കിട്ടും. അങ്ങനെയൊന്നുമില്ല. നമ്മളത് പറ്റുന്ന രീതിയിൽ ചാരി ഇരുന്നോ കാല് നീട്ടിയോ ഒക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും യോഗ ചെയ്യണമെന്ന് കാണിക്കുന്ന ആ ഒരു മനസ്സാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പഴയതുപോലെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മനസ്സ്, അതിനാണ് കൊടുക്കേണ്ടത് അല്ലേ. അല്ലാതെ നമ്മളിപ്പോൾ നല്ല പ്രശ്നമൊന്നും ഇല്ലാത്തവരിങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിലല്ല കാര്യം. ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾ അതെല്ലാം തരണം ചെയ്ത് നമ്മളെ മനസ്സ് പറയും പോണ്ട ക്ലാസ്സിന് പോകണ്ട, ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നേ. അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു മനസ്സാണ് ഏറ്റവും വലിയ വിജയത്തിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്ട്രൈറ്റ് ആക്കിയിരിക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യാം. കണ്ണ് നന്നായിട്ട് തുറന്ന് വയ്ക്കുക. വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമേ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. ഒരിക്കൽ കൂടി ചെയ്യാം. കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഒരിക്കൽ കൂടി ചെയ്യാം. സാവധാനം മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. സാവധാനം തിരിച്ചു വരാം. ഗുഡ്. 2 കണ്ണ് നന്നായിട്ട് തുറന്ന് വയ്ക്കുക. അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്ത 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമ. കണ്ണടച്ചേ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാം. ഒരിക്കൽ കൂടെ ചെയ്യാം. സാവധാനം തിരിച്ചു വരാം. ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് കൂളായിട്ടിരുന്നത് നമ്മുടെ ഫേസിനെ കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു മസിൽസൊക്കെ ആക്റ്റീവ് ആക്കാൻ പോവുകയാണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നതിനും ഫേസിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഒരു നിമിഷം ഒന്ന് നമ്മുടെ മനസ്സിലോട്ടൊന്ന് പ്രാർത്ഥിച്ചേ.
സാവധാനം കണ്ണു തുറക്കുക. സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് വാ തുറക്കുക. ആ, ഈ, ഊ, 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 ആ, ഈ, ഊ. റിലീസ് ചെയ്യുക. നന്നായിട്ട് വാ തുറന്നേ. ആ, ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ വാ തുറന്ന് വച്ചുകൊണ്ടിരുന്നേ. 1 2 3 4 5 6. ഈ, അങ്ങനെ തന്നെ വച്ചുകൊണ്ടിരുന്നേ. 2 കവള് നന്നായിട്ട് ഉയർന്നു വരട്ടെ. 1 2 3 4 5 6. ഊ, ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരിക്കുക. പല്ല് കാണിക്കാതെ ചിരിച്ചേ. 2 കവള ഉയർന്നു വരട്ടെ. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. പല്ല് കാണിച്ചിരിച്ച്. 1 2 2 എന്ന് പറയുമ്പോൾ നോർമലി വരാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോലെ വായിൽ വെള്ളം നിറയ്ക്കുന്നല്ല. നന്നായിട്ട് കവർ ചെയ്യുക ഫുള്ള്. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന നാവ് കൊണ്ട് വായിൽ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. Opposite. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ തിരിച്ചു വരാം. ചൂണ്ടുവരലെടുക്കുക. പുരികം ഒന്ന് നന്നായിട്ടൊന്ന് സാധാരണ മസാജ് ചെയ്ത് കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. പുരികം ഒന്ന് പകുതി വരെ കൊണ്ടുവന്നേ. മുകളിലോട്ടൊന്ന് ഉയർത്തി വയ്ക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. വരികൂടെ ചെയ്യാം. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പുരികം ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. വരികൂടെ ചെയ്ത 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ തിരിച്ചു വരാം. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. നമ്മുടെ 2 കണ്ണിനെയും നന്നായിട്ട് ഇങ്ങനെ തുറന്നു പിടിക്കുക. നമ്മുടെ കണ്ണിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. കണ്ണിനെ ഇങ്ങനെ നന്നായിട്ട് തുറന്നു വെച്ച് ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. 2 കണ്ണിനെ നന്നായിട്ട് തുറന്നു വയ്ക്കുക. വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിച്ച് 1 2 1 2 1 2 1 2
1 2 1 2 1 2 സെൻറ്റർ. മുകളിലേക്ക് നോക്കിയേ, അനക്കാതെ വെച്ച് ഹോൾഡ് ചെയ്ത് 1 2 3 4 5 6 സെൻറ്റർ. സാധാരണ കൈ റിലീസ് ചെയ്യുക, കണ്ണടയ്ക്കുക, ഉള്ള കൈ നന്നായിട്ട് കൂടി തിരുമേ, 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൽ കൂടെ ചെയ്യാം, ഒരിക്കൽ കൂടെ ചെയ്യാം. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം, കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ള കൈയിലോട്ട് കണ്ണോറ് നോക്കിയല്ലേ. സാവധാനം തിരിച്ചു വരാം. ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പല്ലിനകത്ത് മുത്തശ്ശിയൊക്കെ ചവയ്ക്കുന്നില്ലേ, ഇങ്ങനെ ചവയ്ക്കുക. അതായത് ഫുൾ മാക്സിമം പുറകിലോട്ട് കഴുത്തിനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് ചവച്ചേ. നമ്മുടെ കഴുത്തിലൊക്കെ ഒരുപാട് ഫാറ്റൊക്കെ ഉള്ളവർക്ക് മാറാൻ വേണ്ടി സഹായിക്കും. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരുന്നേ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്കൂടെ. കാലൊക്കെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ കാലൊക്കെ നീട്ടിയിട്ടിരുന്നോളും. കാല് നീട്ടിയിട്ടോ ചാരിയോ ഒക്കെ ഇരുന്ന് ചെയ്താൽ മതി. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത്, കവിള് വേണ്ടെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത്. ഓക്കെ, കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക, ചുണ്ടിൻ്റെ പുറത്ത് വയ്ക്കും. ചുണ്ടിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ, നമ്മൾ ബലൂൺ ഊതി വിറപ്പിക്കുന്നില്ല, അതുപോലെ ഇങ്ങനെ ചെയ്യുക. കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ. കവിള് വേണ്ടെന്ന് ആഗ്രഹമുള്ളവർ ചുണ്ടിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം അകത്തോട്ട് വലിക്കുക. ബ്രീത്ത് അകത്തോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ഈ കവിളിങ്ങനെ അകത്തോട്ട് കുറയും. കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ, വേണ്ടെന്ന് ആഗ്രഹമുള്ളവർ ചെയ്ത 1 2. നിങ്ങളുടെ ബോഡിക്ക് എന്താണോ ആവശ്യം അത് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചുണ്ടിനെ ഇങ്ങനെ കൂർപ്പിക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യുക. ചുണ്ട് ഒരുപാട് ഓപ്പൺ ചെയ്യരുത്. ചെയ്ത 1 2 1 2. ജസ്റ്റ് സ്മൈൽ. ജസ്റ്റ് ചുണ്ട് ഓപ്പൺ ചെയ്യരുത്. ചുണ്ട് ചെറുതാവാൻ വേണ്ടിയിട്ട്, ചുണ്ട് നല്ല റൗണ്ട് കറക്റ്റ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. ചെവി മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. താഴേക്കൊന്ന് മസാജ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. പല സൈഡിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിരുന്നേ. ചവച്ചേ നന്നായിട്ട്. ആഹാരം ചവയ്ക്കുന്നേ നന്നായിട്ട് ചവച്ചേ. വാ തുറന്ന് 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. നന്നായിട്ട് വാ തുറന്ന് ചവയ്ക്കാം. ഓപ്പോസിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് നന്നായിട്ട് വര സ്ട്രെച്ച് ചെയ്യുക. ചവച്ചേ നന്നായിട്ട്. കഴുത്തിലെ ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും കഴുത്തിൽ ഒരുപാട് ഫാറ്റൊക്കെ ഉള്ളവർക്ക് അലിഞ്ഞു പോകാൻ വേണ്ടി സഹായിക്കും. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. സാവധാനം തിരിച്ചു വരാം. മാക്സിമം കഴുത്ത് പുറകിലേക്ക് കൊണ്ടുപോയി നന്നായിട്ട് ചവച്ചേ.
നന്നായിട്ട് ചവച്ചേ വാ തുറന്ന് 1 2 കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കി അനങ്ങുന്നുണ്ടോ ഒന്ന് സ്കിൻ നന്നായിട്ട് ചവച്ച് കൊടുക്കുക 1 2 3 4 5 6 7 8 9 10 ഒരിക്കൽ ചെയ്യുക 1 2 3 4 5 6 7 8 9 10 സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും എടുത്തോ. നെറ്റിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ പുറത്ത് ഫ്ലാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു മസിൽസൊക്കെ ആക്റ്റീവ് ആക്കാൻ പോവുകയാണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്യാം. നെറ്റിയിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. കവിളിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. മൂക്കിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ചുണ്ടിൻ്റെ മുകളിൽ താഴെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. കവിള് നന്നായിട്ട് കവർ ചെയ്ത് ഫ്ലാപ്പ് ചെയ്തേ. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകുവശം മുൻഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഗുഡ്. സാധാരണ തിരിച്ചു വരാം. ഒരിക്കൽ കൂടെ ഫ്ലാപ്പ് ചെയ്തേ. നെറ്റി നന്നായിട്ട് കവർ ചെയ്ത് ഫ്ലാപ്പ് ചെയ്തേ. നന്നായിട്ട് നിങ്ങളുടെ ശ്രദ്ധ മൊത്തത്തിൽ നിങ്ങളുടെ ഫേസിലോട്ട് കൊണ്ടുപോവാം. നിങ്ങളുടെ ഫേസിലെ ഓരോ പാർട്ടുകളായിട്ട് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. മൂക്കിൻ്റെ പുറം കവിള് മൊത്തത്തിൽ നന്നായിട്ട് കണ്ണിൻ്റെ താഴേന്ന് കവർ ചെയ്ത് ഫ്ലാപ്പ് ചെയ്യുക. ചുണ്ടിൻ്റെ മുകളിലും താഴെയും ഫ്ലാപ്പ് ചെയ്യുക. ചുണ്ടകത്തോട്ട് മടക്കി നന്നായിട്ട് ചുണ്ടിൻ്റെ മുകളിലും താഴേക്കൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്യുക. ഗുഡ്. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കഴുത്തിൻ്റെ പുറകുവശം മുൻഭാഗമൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്യുക. സാവധാനം റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രണ്ട് കൈ എടുക്കുക. കൈ എടുത്തതിന് ശേഷം നമ്മുടെ വിരലുകളുടെ അഗ്രഭാഗം നമ്മുടെ ഉണ്ടല്ലോ ഈ ഭാഗം വെച്ചിട്ട് കണ്ണടച്ച് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കണ്ണിൻ്റെ പുറത്ത് ഫ്ലാപ്പ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് കൈ ഒന്ന് വച്ചാൽ മതി. അല്ലാതെ ഫ്ലാപ്പ് ചെയ്യരുത്. അല്ലാതെ ഫേസ് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കവിള് ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ആ ഒരു ഫീലിങ്സ് തിരിച്ചറിഞ്ഞ് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഫേസൊക്കെ നല്ല കൂളായതുപോലെ തോന്നും. നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു റിലാക്സേഷനൊക്കെ ഒന്ന് തിരിച്ചറിയുക. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. നെറ്റി നന്നായിട്ട് കവർ ചെയ്യുക. കവിള് ചുണ്ടിൻ്റെ മുകളിലും താഴെ മൂക്കിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ചെവിയുടെ പുറത്ത് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കഴുത്തിൻ്റെ പുറകുവശം നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കാലൊക്കെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ നീട്ടിയിട്ടിരുന്ന് ചെയ്തോളൂ. കഴുത്തൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഗുഡ്. ഒരിക്കൽ കൂടെ ചെയ്യാം. നെറ്റി നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്തേ. കണ്ണടച്ച് കവിളിൻ്റെ താഴ്ഭാഗം താടി മൂക്കിൻ്റെ പുറമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കണ്ണിൻ്റെ താഴ്ഭാഗത്തുനിന്ന് കവിള് മൊത്തത്തിൽ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്തേ. കവിളിൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഫേസിലൊക്കെ നന്നായിട്ട് റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഫീലിങ്സ് തിരിച്ചറിയുക. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. മുൻഭാഗമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗുഡ്. ലാസ്റ്റ് ടൈം ഒരിക്കൽ കൂടെ ഫ്ലാപ്പ് ചെയ്തേ. കണ്ണടച്ച് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യാം. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ണടച്ച് റിലാക്സേഷൻ ഒന്ന് ഫീൽ ചെയ്തേ. നമ്മുടെ ഫേസൊക്കെ നല്ല കൂളാവുന്നതല്ലേ തോന്നും. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഫീലിങ്സ് തിരിച്ചറിഞ്ഞ് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റി കവിള് നന്നായിട്ട് കവർ ചെയ്യുക. നന്നായിട്ട് ചെയ്തേ. ചുണ്ടിൻ്റെ മുകളിൽ താഴേക്ക് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ പുറം നന്നായിട്ട് രണ്ട് സൈഡുകളൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ചെവി കഴുത്തൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. സാവധാനം തിരിച്ചു വരാം. കണ്ണടച്ചിരിക്കുക. ഉള്ളങ്കൈ നന്നായിട്ട് കൂട്ടിത്തിരുമേ. ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തേ. നെറ്റി മൂക്കിൻ്റെ പുറം ചുണ്ടിൻ്റെ പുറം കവിളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ചെവിയിലൊക്കെ ഒന്ന് വയ്ക്കുക. കഴുത്തിൻ്റെ പുറകുവശം മുൻഭാഗമൊക്കെ വയ്ക്കുക. ഒരിക്കൽ കൂടെ ചെയ്യാം. നന്നായിട്ട് ഗുഡ്. രണ്ട് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ചെവിയിൽ വയ്ക്കുക. കഴുത്തിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഗുഡ്. ഒരിക്കൽ കൂടെ ചെയ്യാം. നന്നായിട്ട്
ഗുഡ്. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക, ചെവിയിലൊക്കെ ഒന്ന് വയ്ക്കുക, കഴുത്തിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണുറന്ന് നോക്കി എല്ലാവരും. സാവധാനം തിരിച്ചു വരാം. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ നീട്ടിയിടാം. കാലൊക്കെ ഷേക്ക് ചെയ്ത് 1 2 3. കാല് തുടങ്ങാനൊക്കെ 1 2 3. വരിയോട് ചെയ്യുക 1 2 3. 2 കാല് മടക്കി കുത്തി വെച്ച് വലത്തോട്ട് ഇടത്തോട്ടൊന്ന് ചരിച്ചു കൊടുക്കുക. കുറച്ച് സമയം നമ്മളിങ്ങനെ കാല് മടക്കിയിരുന്നത് കൊണ്ട് നമ്മുടെ കാല് ബട്ടക്സൊക്കെ നല്ല പെയിൻ ഉണ്ടാവും, കാലിലെ തുടയൊക്കെ പെയിൻ ഉണ്ടാവും. ആ ഒരു പെയിൻ മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെയ്തെല്ലാവരും 1 നന്നായിട്ട് ചെയ്ത് 2 3 4 5 6 7 8 9 10. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. കാലൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക. സാധാരണ തിരിച്ചു വരാം. ക്ലാസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും ഒന്ന് ഫേസിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയതുപോലെ തോന്നും. ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഫേസ്, നമ്മുടെ ബോഡി മൊത്തം നമ്മൾ എന്ത് ചെയ്യും, എക്സസൈസൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ ഫേസിലെ കുഞ്ഞു മസിൽസ് ഒന്നും ആക്റ്റീവ് ആക്കാറില്ല. നമ്മൾ കുഞ്ഞു മസിൽസൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആർക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു റിലാക്സേഷൻ, ഫേസിലൊരു ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്? തൊട്ട് നോക്കിയാൽ എല്ലാവരും ഒന്ന് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, ഗുഡ്. അത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റേ ഉള്ളൂ ഫേസ് യോഗ. അത് ലോക്ക് ചെയ്തല്ല ഇട്ടിരിക്കുന്നത്, യൂട്യൂബിൽ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. 15 മിനിറ്റുള്ള. നിങ്ങൾ തന്നെ അത് ഫോർവേഡ് ചെയ്ത് നിങ്ങൾ ഇട്ടിരുന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റെങ്കിലും നേരത്തെ വന്നിരിക്കുന്നവരുണ്ടാവുമല്ലോ. ഒരു 6:45 ആകുമ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ ആ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും ഫേസ് യോഗ അത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാ ദിവസവും ചെയ്യുക. ചെയ്തിട്ട് നല്ല മാറ്റം, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വന്നാലേ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ യോഗയ്ക്ക് പറഞ്ഞാൽ നല്ല അടിപൊളിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ആദ്യം നിങ്ങൾ പോയി അടിപൊളിയായിട്ട് വരാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം അടിപൊളിയായിട്ട് അവിടെ പോയി മിണ്ടാതെ നിന്നാൽ മതി, ബാക്കിയുള്ളവർ നിങ്ങളെ പിറകെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ചുകൊണ്ട് വന്നാൽ മതി. ഓക്കെ, നിങ്ങളെല്ലാവരും സന്തൂർ മമ്മിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, പോരെ? ഓക്കെ ഓക്കെ, എന്തായാലും ക്ലാസ് ക്ലോസ് ചെയ്യുക. എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. 2 കഴിച്ച് മുദ്ര വയ്ക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. മെൻ്റലി ഫിസിക്കലി ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യാനും എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു എനർജി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായി വരാൻ പ്രാർത്ഥിച്ച എല്ലാവരും. ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുക. ചിണ്ടാവും സെൻറ്റർ ഫാമിങ്. ഉള്ളം കൈ നന്നായി കൂട്ടി തിരുമ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണ് തുറന്നു. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലേക്ക് വരും. സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ.